രാജാവ് അച്ഛനെ വിളിച്ച് ചോദിക്കുകയാണ്, അച്ഛൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അച്ഛൻ കുമ്പസാരത്തിൽ കേട്ടോ ഒന്ന് അച്ഛൻ പറഞ്ഞു, കുമ്പസാരത്തിൽ കേട്ട ഒന്നിനെ കുറിച്ച് ഞാൻ പറയത്തില്ല, ഒരു കാര്യത്തെ കുറിച്ചും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് സംശയം പെടും, മിക്കവാറും കാണുമായിരിക്കും. ഏതായാലും പ്രിയപ്പെട്ടവരെ, രാജാവല്ല, അദ്ദേഹത്തിന് അധികാരം ഉപയോഗിച്ച് ചോദിച്ചു, മർദ്ദിച്ചു നോക്കി, പല രീതിയിൽ കുറച്ച് എണ്ണയ്ക്കകത്തിട്ടു, തിളച്ച എണ്ണയ്ക്കകത്ത്, അങ്ങനെ അദ്ദേഹത്തെ എല്ലാ തരത്തിലും പീഡിപ്പിച്ചെങ്കിലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. തുടർന്ന് കലിമൂത്ത് ഒരു തടി കഷ്ണം അദ്ദേഹത്തിന് വായിലേക്ക് കുത്തിക്കയറ്റി അദ്ദേഹത്തിനെ കെട്ടി ആ നദിയിലേക്ക് അദ്ദേഹം വലിച്ചെറിഞ്ഞു. നദി കടന്ന് അദ്ദേഹം മുങ്ങി മരിച്ചു. പ്രിയപ്പെട്ട ഈ വിശുദ്ധന്റെ ജഡം ആ നദിയിൽ ഇങ്ങനെ ആ കിടക്കുന്ന സമയത്ത് ആകാശത്തു നിന്നെന്തോ ഒരു പ്രത്യേക ഒരു സൈൻ കണ്ടു. മീൻപിടുത്തക്കാര് അവര് വന്ന് ഇദ്ദേഹത്തിന്റെ ജഡം എടുത്ത് അവര് അടക്കി ബ്രേക്ക് കത്തീഡ്രലിലാണ് അദ്ദേഹത്തിന്റെ സംസ്കരിച്ചിട്ടുള്ളത്. അദ്ദേഹം കുമ്പസാരക്കാരുടെ പ്രത്യേക മധ്യസ്ഥനാണ്. കുമ്പസാര രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ജീവൻ വെടിഞ്ഞ വലിയൊരു വിശുദ്ധരാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിന്റെ സഭയിൽ കർത്താവ് നൽകിയിട്ടുള്ള വലിയൊരു അധികാരവും വലിയൊരു സ്നേഹത്തിന്റെ കരുണയുടെ കൂതാശയാണ് വിശുദ്ധ കുമ്പസാരം. അതോടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ കർത്താവ് നമ്മൾ പാപങ്ങൾ ശരിക്കും അനുദപിച്ച് ഏറ്റു പറയുമ്പോൾ എല്ലാ പാപങ്ങളും ക്ഷമിക്കും, അനീതികളെ ശുദ്ധീകരിക്കും. ചില ആൾക്കാർക്ക് ശാരീരിക സൗഖ്യം കൂടെ കർത്താവ് നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പല രീതിയിൽ ഇടപെടുന്ന ഒരു സംഭവമാണ്. ഈ സഹോദരിക്ക് തോന്നി നല്ലൊരു കുമ്പസാരം, ഉള്ളിക്കാരെ പറയാണ്, നീ നല്ല കുമ്പസാരം എത്ര കാലമായി? ഇപ്പോൾ പോയി നല്ലൊരു കുമ്പസാരം നടത്തി, തുടർന്ന് ഒരു വെഞ്ചരിപ്പ് സ്വീകരിച്ചു. 3 ദിവസത്തിനുള്ളിൽ സംഗതി എല്ലാം അലർജി തിരുമളെല്ലാം കർത്താവ് കൊണ്ട് മാറ്റി ഭയങ്കര ഒരു ഹീലിംഗ് നടത്തി കർത്താവ് അനുഗ്രഹിച്ചു. ഒരിക്കലും വിശുദ്ധ ഫൗസ്തീന എന്ന് പറഞ്ഞ വിശുദ്ധിയായ കന്യാസ്ത്രീ കുമ്പസാരത്തിന് ഒരുങ്ങാണ്. പെട്ടെന്നൊരു സംശയം, അയാൾ അച്ഛനല്ല, അയാൾ മനുഷ്യനല്ലേ അച്ഛൻ എന്ന് പറഞ്ഞ ആള്, ഞാൻ എന്തിനാണ് എൻ്റെ എല്ലാ കാര്യവും പോയി അച്ഛനോട് പറയണത്? അച്ഛനെല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ? ഈ ഒരു ഭയങ്കര സംശയം. വീണ്ടും ഫൗസ്തീനയ്ക്ക് ചിന്ത ഇതാണ്, ഒരുപക്ഷെ എൻ്റെ പാപമൊക്കെ ഞാൻ വേണ്ടി പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ ആത്മാവിന്റെ അവസ്ഥ ഞാൻ പറയുകയാണ്. കാരണം അത് പറഞ്ഞ അച്ഛനെ മനസ്സിലാക്കാൻ പറ്റുന്ന അറിയത്തില്ല. ഭീഷ പറയുകയാണ്, നീ ഇങ്ങോട്ട് നോക്കിയേ, എപ്രകാരം കുമ്പസാരത്തിനായിട്ട് എൻ്റെ അടുത്തിരുന്ന് ഒരുങ്ങുന്നുവോ അതുപോലെ ഞാനാണ് അവിടെ ഇരിക്കുന്നത് വിചാരിച്ച് അങ്ങനെ നീ പോയി കുമ്പസാരിക്കണം. അപ്പൊ നിന്റെ ആത്മാവിന് ആവശ്യം ഉപദേശം ഞാൻ നൽകും. ഈശോ പറയാണ്, കുമ്പസാരക്കാരന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നീ അപഗ്രഥിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തേണ്ട ആവശ്യമില്ല. അത് ഞാനും അവനും തമ്മിലുള്ള ബന്ധം ഞാൻ മാനേജ് ചെയ്തോളാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറയാണ്, കുമ്പസാരക്കാരൻ ഒരു മറയാണ്, അവിടെ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഈശോ പറഞ്ഞ് ഫൗസ്തീനയെ ശക്തിപ്പെടുത്തി. ഫൗസ്തീന പറയാണ്, ചിലപ്പോൾ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ വലിയ കൃപയുടെ കൂതാശയായ കാരണം പലതരം സംശയങ്ങൾ ഇങ്ങോട്ട് പിശാച് ചിലപ്പോൾ കൊണ്ടുവരും. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, ചിലപ്പോൾ ചില വൈദികർക്ക് കുറവുകളൊക്കെ ഉണ്ടായാലും നമുക്കറിയാം. എങ്കിലും കർത്താവ് ഈ പാപമോചനം എന്നുള്ള ഒരു ഗിഫ്റ്റ് ഈ വൈദികരിലൂടെയാണ് കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ബാങ്കിൽ ഇപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചെക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയുടെ ചെക്ക് കൊണ്ട് കൊടുത്തു, ക്യാഷ്യർ 5000 രൂപ നമ്മുടെ കയ്യിലേക്ക് തരും, ഇല്ലേ? കയ്യിലേക്ക് തരും. ഇപ്പൊ നമ്മള് കുറച്ച് കഴിയുമ്പോൾ പൈസ വാങ്ങിച്ച് നിങ്ങൾ ആരെങ്കിലും ക്യാഷ്യറെ നോക്കി, ഇയാളൊന്നും കുളിച്ചിട്ടുമില്ല, മുടിയും ചീവിട്ടില്ല, ഇയാളുടെ പൈസ എനിക്ക് വേണ്ടെന്ന് പറയോ? ഇല്ല. കാരണം എന്താ? പൈസ നമ്മുടെ അവകാശമാണ്. നമ്മൾ വാലൊരാളെ ചെക്ക് കൊണ്ട് കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും. അയാളുടെ വ്യക്തിപരമായ കാര്യം നമ്മുടെ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ കുമ്പസാരക്കൂട് ഇതുപോലെ ക്യാഷ് തേക്കുന്ന ഒരു ക്യാബിനകത്ത് കൂട്ടിവെച്ചാൽ മതി. ഒരു അച്ഛൻ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം നമ്മൾ നോക്കണ്ട. നമുക്ക് അർഹതയുള്ള പാപമോചനം നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ ചെയ്യണം നല്ല കുമ്പസാരത്തിൽ. നമുക്കറിയാം, പാപങ്ങൾ ക്രമമായിട്ട് ഓർക്കണം, പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കണം, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായിട്ട് പ്രതിജ്ഞ എടുക്കണം, ചെയ്തുപോയ മാരവാദങ്ങളെ വൈദികനെ അറിയിക്കണം, വൈദികൻ തരുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം. അതുകൊണ്ട് ഓരോ പാപങ്ങൾ ക്രമമായിട്ട് ഓർക്കാൻ നിങ്ങൾ സമയം എടുക്കണം.
എടുക്കണം. അല്ലാണ്ട് കുമ്പസാരക്കൂട്ടി പോകുമ്പോൾ പറഞ്ഞു കുമ്പസാരിച്ചിട്ട് 4-5-6-8 മാസം തോന്നണത് എന്ന് പറഞ്ഞ് കുമ്പസാരിക്കരുത്. നമ്മൾ അതിന് മുമ്പ് നേരത്തെ നന്നായിട്ട് ഒരുങ്ങണം. അതുകൊണ്ട് ചില ആളുകൾ ചെയ്യുന്നത്, അവർ പാപങ്ങൾ ഒന്നുപോലും മറന്നു പോകാതിരിക്കാൻ ഒരു കടലാസ് എടുത്ത് അതിലേക്ക് എഴുതും. നിങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാവുന്ന കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളിൽ അത് എഴുതി. ഞാൻ അങ്ങനെയാണ് ഇപ്പോഴും കുമ്പസാരിക്കുന്നത്. അങ്ങനെ ഒന്നുപോലും മറന്നു പോകാതെ, ചെറിയ പാപമാണേലും കൃപ ധാരാളം കിട്ടാനുള്ള സമയം കുമ്പസാരവേദി ആയതുകൊണ്ട് എളുപ്പപ്പെട്ട് ഓരോ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അനുദപിക്കുമ്പോൾ വലിയ കൃപയുടെ ഒരു നീരൊഴുക്ക് കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കും. പലതരം എടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശ്രദ്ധിച്ചേ, ഒരിക്കൽ വിശുദ്ധ ഫൗസ്ത്യനെ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോ ഈശോ പറഞ്ഞു കൊടുത്തത് 1448 ഖണ്ഡികയിൽ, ഡിവൈൻ മേഴ്സിയിലെ 1448 ഖണ്ഡികയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണ്. നമുക്ക് അന്ന് വായിച്ചെന്ന് കേൾക്കാം. അവിടെ പറയണ എങ്ങനെയാണ്? കരുണയുടെ സിംഹാസനത്തിങ്കലാണ്, അതായത് കുമ്പസാരം എന്ന കൂദാശയിലാണ് വളരെ അത്ഭുതങ്ങൾ സംഭവിക്കുകയും തുടർച്ചയായി